സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. സംഖ്യാപുസ്തകം 21 അധ്യായം ഉണ്ടോ? എന്താണ് അങ്ങനെ ചോദിക്കുന്നത്? ഉണ്ടോ എന്നാണോ ചോദിക്കുന്നത്? ഒരു സഹോദരിയോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് കേട്ടിട്ട് വായിക്കുവാൻ ഇടയായി. ഏത് വാക്യം വായിച്ചാലും നമ്മുടെ ഹൃദയത്തിൽ കുത്തൽ കൊള്ളുമെന്നാണ് പറയുന്നത്. ഒരു അധ്യായം എടുക്കാനിടയായി. നിന്റെ ശത്രുവിനോട് നിരപ്പ് പ്രാപിച്ചിട്ട് ദൈവത്തോടുള്ള യാഗം അർപ്പിക്കുക എന്ന് വായിച്ചു. അത് കണ്ടപ്പോൾ അവർക്ക് അയൽവക്കക്കാരിയുടെ മുഖമാണ് തെളിഞ്ഞു വരാനിടയായത്. എനിക്കെങ്ങനെ അവളോട് ക്ഷമിക്കുവാൻ കഴിയും? അതൊരിക്കലും സാധിക്കില്ല, ഞാൻ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടുകൂടി ബൈബിളിലെ ആ പേപ്പർ വലിച്ചു കീറി. അതായത് നിനക്കിഷ്ടമില്ലാത്ത പേപ്പറെല്ലാം കീറിക്കളഞ്ഞാൽ ബൈബിൾ വളരെ ചെറുതായി തീരും. ബൈബിൾ നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥയെ വെളിപ്പെടുത്തുന്നു. നിനക്കിഷ്ടമില്ലാത്ത വിഷയം കീറിക്കളയുവാനല്ല പറയുന്നത്. വചനം വായിക്കുമ്പോൾ നിന്റെ ഹൃദയത്തെ കീറാനാണ് ദൈവം പറയുന്നത്. നിന്റെ ഹൃദയത്തെ കീറിക്കൊണ്ട് നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ക്ഷമയാചിക്കുകയാണ് വേണ്ടത്. അല്ലാതെ നീ മുറിയിൽ ചെന്ന് കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് നിന്റെ മുഖം മോശമായി കാണപ്പെടുന്നു എന്ന് വിചാരിക്കൂ. അപ്പോൾ കണ്ണാടിക്കിട്ടിടിച്ചാൽ എന്തെങ്കിലും ലാഭമുണ്ടോ? എന്റെ മുഖം ഇങ്ങനെയാണോ എന്ന് ചോദിച്ച് കണ്ണാടിക്കിട്ടിടിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അല്ലെങ്കിൽ കണ്ണാടി നോക്കിക്കൊണ്ട് നിങ്ങളുടെ മുഖത്തുള്ള മഷിയാണെങ്കിലും ചെളിയാണെങ്കിലും തുടച്ചു കളയുന്നതാണോ നല്ലത്? ദൈവവചനമാകുന്ന കണ്ണാടിയിൽ കൂടി നാം നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ നേരെയാക്കേണ്ടതാണ് ചെയ്യേണ്ടത്. അല്ലാതെ വചനത്തിന് എതിരെ മറുതലിച്ചാൽ യാതൊരു പ്രയോജനവും ഇല്ല. എന്താണ് പറയുന്നത്? 21 അധ്യായം നോക്കുക, 4 വാക്യം മുതൽ വായിക്കുകയാണ്, കേൾക്കുക. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല. ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. എന്താണ്? ഇസ്രായേൽ മക്കൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായ ജനമാണ്. ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിക്കുവാനിടയായി. നമ്മുടെ പൂർവ്വപിതാക്കളായ ആദാമും ഹവ്വായും ദൈവത്തിന് വിരോധമായി പാപം ചെയ്തപ്പോൾ നിങ്ങൾ തിന്നുവാൻ പാടില്ലാത്ത പഴം തിന്നതുകൊണ്ട് നിങ്ങൾ മരിക്കാനിടയാകും എന്ന ശിക്ഷ അവരുടെ മേൽ വന്നു. ആത്മീയമായി അവർ മരിക്കപ്പെട്ടു. ദൈവം പിന്നെ അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അവരുടെ പാപത്തിന് പ്രായശ്ചിത്തം എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് തന്റെ മുൻനിർണയ പ്രകാരം യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വരികയും പാപത്തിന് പരിഹാരം ചെയ്യുകയും ചെയ്തു. എന്നാൽ പഴയ നിയമകാലത്തിലെ ഭക്തന്മാർക്ക് ഈ ക്രൂശിന്റെ സുവിശേഷത്തെക്കുറിച്ച് അതിന്റെ സ്വാധീനം അവരുടെ മേൽ വന്നില്ല. അതുകൊണ്ടവർ പാപം ചെയ്ത് പെരുകി നോഹയുടെ കാലം വന്നപ്പോഴേക്കും ഭൂലോകം മുഴുവനും പാപത്താൽ നിറഞ്ഞ് നാശകരമായ അവസ്ഥയിലായിരുന്നു. ജനം മുഴുവനും മ്ലേച്ഛമായി ജീവിക്കുവാൻ ആരംഭിച്ചിരുന്നു. ദൈവം അത് കണ്ട് അനുതപിച്ചു. ദൈവം തന്റെ മനുഷ്യരെ സൃഷ്ടിച്ചത് ഓർത്തുകൊണ്ട് അനുതപിക്കാനിടയായി. അതിനുശേഷം ഭൂമിയെ നശിപ്പിച്ച് കളയണമെന്ന് ദൈവം ചിന്തിച്ചു. എന്നാൽ അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതായ ഈ മനുഷ്യരെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഈ കൂട്ടത്തിൽ ഒരു നീതിമാനെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയ സമയത്ത് ഒരാളെ കണ്ടുപിടിച്ചു. ആരാണവൻ? നോഹ. നോഹയിൽ കൂടി വീണ്ടും മനുഷ്യന്റെ ജീവിതം സ്ഥാപിക്കപ്പെടാനിടയായി. ആ വിഷയങ്ങൾ ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. വീണ്ടും ദൈവം നോക്കിയതായ സമയത്ത് കുറെ കാലം കഴിഞ്ഞിട്ട് ഈ മനുഷ്യർ ദൈവത്തിനെതിരായിട്ട് തന്നെ ജീവിക്കുകയാണ്. അവരും നശിച്ചു പോവുകയാണ്. അപ്പോൾ ദൈവം ഇവരിൽ നിന്ന് ഒരുവനെ തിരഞ്ഞെടുത്തിട്ട് എനിക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി നിർത്തും എന്ന് പറഞ്ഞ് ദൈവം നോക്കിയപ്പോൾ അബ്രഹാമിനെ കാണുകയും അവനെ തിരഞ്ഞെടുത്ത് ദൈവത്തിന്റെ ജനമായിട്ട്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായി, സ്വന്തം ജനമായിട്ട്, അനുഗ്രഹിക്കപ്പെട്ടവരായി, വേർതിരിക്കപ്പെട്ടവരായി, വിശുദ്ധിയുള്ളവരായിട്ട്, മറ്റുള്ള ജനത്തേക്കാൾ ഇവർ പ്രത്യേകതയുള്ളവരായിരിക്കണമെന്ന് പറഞ്ഞ് ദൈവം തിരഞ്ഞെടുത്ത് ആ ഇസ്രായേൽ മക്കളെ ദൈവം ഒരുപാട് അനുഗ്രഹിക്കുവാൻ ഇടയായി. അവർക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിച്ചപ്പോൾ അവർ മിസ്രൈമിൽ വെച്ച് ദൈവത്തെ മറന്നുപോയി. മിസ്രൈമിയർക്ക് അടിമകളായിട്ട് മാറി. അവർ അടിമകളായിട്ട് മാറി. കഷ്ടതയിലും ഉപദ്രവത്തിലും അവർ സഹിക്കവഴിയാതെ നെടുവീർപ്പെട്ട സമയത്ത്
ദൈവം വീണ്ടും അവരെ അവിടെ നിന്ന് മോശയിൽ കൂടി പുറപ്പെടുവിച്ച് വിടുവിച്ചെടുക്കുവാൻ ഇടയായി. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിച്ചെടുക്കുവാൻ ദൈവം ഒരുപാട് അത്ഭുത കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു. അങ്ങനെ അത്ഭുത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ മക്കളെ അവൻ വിടുവിച്ചെടുത്ത് അവൻ തന്നെ അവരോട് കൂടിയിരുന്നവരെ നടത്തി മോശയിൽ കൂടി അത്ഭുതകരമായ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ചെങ്കടലിനെ രണ്ടായിട്ട് വിഭാഗിച്ചുകൊണ്ട് ഉണങ്ങിയ നിലത്തുകൂടി അവരെ നടത്തി. അങ്ങനെ ഒരുപാട് അത്ഭുത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മരുഭൂമിയിൽ കൂടി അവരെ കൊണ്ടുവരുവാനിടയായി. അവരെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? കനാൻ ദേശത്തിലേക്കാണ്, പാലും തേനും ഒഴുകുന്ന ദേശത്തിലേക്ക്, ദൈവം വാഗ്ദത്തം ചെയ്തതായ ദേശത്തേക്ക് അവരെ നടത്തിക്കൊണ്ട് ദൈവം പോവുകയാണ്. ആ വഴിമധ്യേ അവർക്ക് പല രീതിയിലുള്ള ശോധനകൾ വന്നു, പല പല പോരാട്ടങ്ങളുണ്ടായി. ഒരുപാട് രീതികളിൽ കൂടി പിശാച് അവരെ പിൻപോട്ട് മാറ്റുവാൻ ശ്രമിച്ചു. ഈ കാലത്ത് ആ ഇസ്രായേൽ മക്കൾ ആരാണെന്നറിയാമോ? നമ്മളാണ്. നിങ്ങളിൽ എത്ര ആളുകൾ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ട്? കൈ ഉയർത്താമോ? ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഹല്ലേലൂയ പറയും, ആരും ഒഴിയാതെ തന്നെ. എന്നാൽ ഓക്കെ, ഞാൻ റിവേഴ്സായിട്ട് ചോദിക്കുകയാണെങ്കിൽ അവർ ഹെസിറ്റേറ്റ് ചെയ്യാനിടയാകും. നിങ്ങളെല്ലാവരും കർത്താവിൽ വിശ്വസിക്കുന്നവരാണ്, രക്ഷിക്കപ്പെട്ടവരാണ്. ആരാണ്? ആത്മീയമായിട്ട് ഇസ്രായേലാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാകുന്നു, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട ആളുകളാണ്. എന്താണ്? വ്യർത്ഥമായ പിതൃപാരമ്പര്യങ്ങളെ ഉപേക്ഷിച്ചിട്ട് ജീവനുള്ളവനായ ക്രിസ്തുവിനെ ആരാധിക്കുന്ന ജനമാണ്, അല്ലേ? ആരാണ് നിങ്ങൾ? ക്രിസ്ത്യാനികളാണ്. എന്താണത്ര സങ്കടം? എന്തുകൊണ്ടത്ര വിഷമം? എന്തുകൊണ്ടത്രയും ലജ്ജ? എന്തുകൊണ്ടത്രയും ഭയം? നിങ്ങൾ ആരാണ്? നിങ്ങളുടെ അടുത്തിരിക്കുന്നവരോട് ചോദിക്കൂ ആരാണ് എന്ന്. അവർ പറയുന്ന മറുപടി എന്താണെന്ന് കേൾക്കൂ. അബേ, പറയൂ, നിങ്ങൾ ആരാണ്? അതായത് കുഴപ്പമില്ല, ശരി, എല്ലാവരും സമ്മതിച്ചുവല്ലോ. നാം ഇപ്പോൾ എവിടെയാണുള്ളത്? എവിടേക്കാണ് നാം പോകേണ്ടത്? ഏതു കനാനാണ്? സ്വർഗീയ കനാനിലേക്കുള്ള യാത്രയിലാകുന്നു നാം. സ്വർഗീയ കനാനിലേക്ക് പോവുകയാണ്. ശരിയാണോ അല്ലയോ? യേശുവിൽ വിശ്വസിക്കുന്നത് സ്വർഗത്തിൽ പോകാനാണോ, അതോ വീട് മേടിച്ച് വസ്തു മേടിച്ച് ഒരുപാട് അനുഗ്രഹങ്ങളായിട്ട് നന്മയായിട്ട് ഒരുപാട് പണമൊക്കെ ഉണ്ടായി പേരും പ്രശസ്തിയുമൊക്കെ നേടി എന്താണ് സുഖമായിട്ട് ചാരുകസേരയിൽ കിടന്നുകൊണ്ട് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നിനക്ക് തിന്നുവാനും കുടിക്കുവാനും ഒരുപാട് കൂട്ടിവച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കാനാണോ? സത്യമാണോ? നാം എവിടെ പോകാനാണ് യേശുവിൽ വിശ്വസിച്ചിരിക്കുന്നത്? എന്നിട്ട് പോയോ നാം? വിശ്വസിക്കുന്നവർ അങ്ങനെ പോവുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലോ. പിന്നെ കഷ്ടതയുണ്ടാകില്ല, ബുദ്ധിമുട്ടൊന്നും കാണുകയില്ല. യേശുവിൽ വിശ്വസിക്കുന്ന ആളുകൾ അപ്പോൾ തന്നെ യേശുവേ എന്ന് പറയുമ്പോൾ തന്നെ നേരെ സ്വർഗത്തിലേക്ക് പോകുകയാണെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് വീണു പോകുമോ എന്ന് ഭയപ്പെട്ട്, വഴിതെറ്റിപ്പോകുമോ, തകർന്നു പോകുമോ എന്ന് ഭയപ്പെട്ട് ജീവിക്കേണ്ടതില്ലല്ലോ. വീണു പോകുന്നു, പിന്മാറിപ്പോകുന്നു, ബലഹീനനായി പോകുന്നു എന്ന് അനേകർ പറയാറുണ്ടെന്നാൽ ഈ ലോകത്തിൽ നാം യേശുവിൽ വിശ്വസിച്ച ശേഷം ഞാനും നീയും അവന്റെ സാക്ഷികളായിട്ട് ഇവിടെ ജീവിക്കണം. അതേ സമയത്ത് നാം സ്വർഗീയ കനാനിലേക്കുള്ളതായ യാത്രയിലാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടി സ്വർഗത്തിൽ ആയിരിക്കണം. യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് നമ്മുടെ മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം നാം വിശ്വസ്തയോടെ ഓടണം. എന്നാൽ ഈ സ്വർഗീയ കനാനിലേക്കുള്ളതായ യാത്രയിൽ ശോധനകൾ ഉണ്ടാകും, പോരാട്ടങ്ങൾ ഉണ്ടാകും, കഷ്ടതകൾ ഉണ്ടാകും, പ്രതികൂലങ്ങൾ ഉണ്ടാകും, പർവ്വതങ്ങൾ തടസ്സമായി വരും, മുള്ളുകൾക്കിടയിൽ കൂടി നടക്കേണ്ടതായിട്ട് വരും, സമുദ്രത്തിന് സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം, വിഷപ്പാമ്പുകൾ കടിക്കേണ്ടി വന്നേക്കാം, സിംഹങ്ങൾ ഉണ്ട്. ഇവയെല്ലാത്തിനെയും നേരിട്ടുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് സ്വർഗീയ കനാനിലേക്ക് പോകണം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. അവർ ചെങ്കടൽ കടക്കുവാനിടയായി. എന്നാൽ അവർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രതികൂലങ്ങൾ ഒന്നൊന്നായി വന്നുകൊണ്ടേയിരുന്നു, പോരാട്ടങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. ആരെങ്കിലും പറയുകയാണ് ക്രിസ്തീയ ജീവിതം വളരെ സുഖപ്രദമാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് അവിവേകമാണ്. കുഞ്ഞുങ്ങൾ കളിക്കുന്ന പാർക്കിലെ ചരിഞ്ഞ ബെഞ്ച് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിന്റെ മുകളിൽ കയറിയുന്ന തെന്നി താഴേക്ക് വരുവാനിടയാകും, സുഖമായിട്ട് തെന്നി താഴോട്ട് വരും. അങ്ങനെ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് തടസ്സമുണ്ടാകില്ലെന്ന് പറയുന്നത് അവിവേകമാണ്.
എല്ലാം നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നില്ല. യേശുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ എല്ലാം വളരെ സുഖപ്രദമായിരിക്കും. ഒരു കഷ്ടതയും ഉണ്ടാകില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല, ഒരു ഞെരുക്കവും ഉണ്ടാകില്ല, ഒരു രോഗവും നിങ്ങൾക്കൊരിക്കലും വരികയേ ഇല്ല എന്ന് പറയുന്നത് ചില പാസ്റ്റർമാരുടെ ശീലമാണ്. എന്നാൽ ബൈബിൾ അങ്ങനെ പ്രബോധിപ്പിക്കുന്നില്ല. നമ്മൾ അനേകം കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ട് ദൈവത്തിന്റെ രാജ്യത്തിൽ ചേരേണ്ടവരാകുന്നു. എന്നാൽ അനേകം വിശ്വാസികൾ വഴിയിൽ വെച്ച് തന്നെ വീണു പോകുന്നു. ചെറിയൊരു കഷ്ടത വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു രോഗം വരുമ്പോൾ, ഒരു ഞെരുക്കമുണ്ടാകുമ്പോൾ വിശ്വാസ ജീവിതം ഉപേക്ഷിച്ചു പോകുന്നുണ്ട്. യേശുവിനോടൊപ്പം നടക്കുന്ന സമയത്ത് അത്ഭുതകരമായ അനുഭവങ്ങളുണ്ട്, ഉല്ലാസകരമായ സന്ദർഭങ്ങളുണ്ട്. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുന്നതായ സമയത്ത് ദൈവം ചെയ്തതായ നന്മകൾ മറന്നു പോകുവാനിടയാകും. ഈ ഇസ്രായേൽ മക്കളും അന്ന് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നടന്നതായ സംഭവങ്ങൾ നമുക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുകയാണ്. ഇന്ന് നാം അത് വായിച്ച് പഠിച്ച് നാം ജാഗ്രത എടുക്കുന്നതിന് വേണ്ടിയാണിത്. നാം വീണുപോകാതെ വിശ്വാസ ജീവിതത്തിൽ മുന്നേറുന്നതിന് വേണ്ടി ദൈവം ചെയ്ത് തലകളെ വണക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ വരെയും നിങ്ങൾ ദൈവത്തിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടത വന്നു, ബുദ്ധിമുട്ട് വന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ കഷ്ടതയുടെ കാരണം നിങ്ങളുടെ പാപമാകുന്നുവെന്നും നിന്റെ ശോധനയുടെ കാരണം നീ പിശാചിന് ജീവിതത്തിൽ ഇടം കൊടുത്ത വിഷയമാണെന്നും നീ മനസ്സിലാക്കുന്നുണ്ടോ? ഭയങ്കരമായ ഈ പാപത്തിന്റെ ലോകത്തിൽ കർത്താവിന്റെ മകനായി നീ ജീവിക്കണമെന്നുണ്ടെങ്കിൽ പോരാടണം. നല്ല പോരാട്ടം നീ പോരാടണം. യേശുവിലേക്ക് നോക്കിക്കൊണ്ട്, അവന്റെ ശക്തി പ്രാപിച്ചുകൊണ്ട്, നിങ്ങളുടെ ഹൃദയത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവന് വേണ്ടി ജീവിക്കണം. എല്ലാവരും വായു തുറന്നുകൊണ്ട് കർത്താവിനോട് ഇപ്രകാരം പ്രാർത്ഥിക്കുക: യഥാർത്ഥമായും ഞാൻ സ്വർഗത്തിലേക്ക് വരുമോ കർത്താവേ? എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ നീ എനിക്കൊന്ന് കാണിച്ചു തരണമേ. എൻ്റെ ദൈവമേ, എന്നെ പരിശോധിക്കണമേ. എന്നെ പരീക്ഷിച്ച് വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കണമേ എന്നൊരു ചെറിയ പ്രാർത്ഥന ചെയ്യുക. ദൈവത്തിൻ്റെ വെളിച്ചം നിന്റെ മേൽ പ്രകാശിക്കാൻ പോവുകയാണ്. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ മക്കളെ നീ ദർശിക്കുമാറാകണമേ. നിന്റെ മക്കളെ നീ കാണണമേ. ആരാണോ നിന്നെ വിട്ടകന്നത്, ആരാണോ നിന്നെ മറന്നുകൊണ്ട് ജീവിക്കുന്നത്, ആരാണോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, ആരൊക്കെയാണോ അവരുടെ ജീവിതത്തിൽ വരുന്നതായ കഷ്ടത സഹിക്കാതെ നിരാശയ്ക്കും വെറുപ്പിനും ഇടം കൊടുത്ത് പിശാചിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്, അങ്ങനെയുള്ളവരെ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിച്ചെടുക്കുകയാണപ്പാ. അവരെ വിടുവിച്ചെടുക്കണമേ കർത്താവേ. പിശാചിന്റെ വാക്കുകേട്ട് വഞ്ചിതരായി നഷ്ടങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വ്യക്തികളെയും നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിച്ചെടുക്കുകയാണ് പിതാവേ. യേശുവിന്റെ മക്കളാണെന്ന് പറഞ്ഞിട്ടും മദ്യപാനത്തിന് അടിമകളായി ജീവിക്കുന്നവർ, പുകവലിക്ക് അടിമകളായിട്ട് ജീവിക്കുന്നവർ, ലഹരി ഉപയോഗത്തിന് അടിമകളായി ജീവിക്കുന്നവരെ ഇന്ന് നസ്രയനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. പുതിയൊരു ജീവിതവും പുതിയൊരു ഹൃദയവും നീ അവർക്ക് നൽകുമാറാകണമേ. നിന്നോടൊപ്പം നടക്കുന്നതാണ് ഞങ്ങൾക്ക് ഭാഗ്യമപ്പ. ആ സ്വർഗീയ കനാനിൽ ചേരും വരെയും ആ നിത്യരാജ്യത്തിൽ നിന്നോടൊപ്പം സിംഹാസനത്തിൽ ഇരിക്കണമെന്നുള്ളതായ ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. ആ ലക്ഷ്യം മാറാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ദിനംതോറും ആയിരിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.